2014 മോദി ഭരണത്തിൽ കയറുന്ന സമയത്ത് ഞാൻ ഒരു വിശ്വാസിയാണ്. ഞാൻ ബി.ജെ.പി വിരുദ്ധനാണ്. അതുപോലെ മീൻസ് ബി.ജെ.പിന് എന്ത് നല്ല സാധനം കൊണ്ടുവന്നാലും അതിനെ എതിർക്കുക എന്നുള്ള ലൈനിൽ നിൽക്കുന്ന ആളാണ്. പിന്നെ നമ്മളൊരു കേന്ദ്ര ഗവൺമെന്റിന്റെ കാര്യമായാലും ഏത് തന്നെയായാലും നമ്മളൊരു ഇടതുപക്ഷ ചിന്താഗതിക്കാരനുമാണ്. ഞാനൊക്കെ അന്ന് പറഞ്ഞത് ഓർക്കുന്നുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരാണ്, SFIയിലൂടെ വന്നിട്ടുള്ള ആളാണല്ലോ. അപ്പോൾ നമുക്ക് ആ ഒരു ചിന്താഗതിയിലാണ് നമ്മളുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ പിന്നെ അത് കൂടാതെ ആ ചിന്ത ഒരു ഭയം തന്നെയായിരുന്നു, ഇത് വലിയ ദോഷത്തിലേക്ക് പോകുന്നു, ഇത് നാട് കുട്ടിച്ചോറാകാൻ പോകുന്നു എന്നുള്ളൊരു സൂചന നമുക്കുണ്ട്. അങ്ങനെ നമ്മൾ നിൽക്കുന്ന സമയത്ത് അവിടെ ഈ മോബ് ലിഞ്ചിങ്ങിന്റെ വാർത്തകൾ നിരന്തരം വരാൻ തുടങ്ങും. ബീഫ് കൊല അതല്ലെങ്കിൽ അതുപോലുള്ള സംഗതികൾ വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഉറപ്പിച്ചു, ഇത് നമ്മൾ വിശ്വസിച്ചത് ശരിയാണ്, ഇവിടെ വലിയ പ്രശ്നമാണ്, മുസ്ലിങ്ങൾ വേട്ടയാടുകയാണ് എന്നുള്ളൊരു ചിന്ത അവിടെ വന്നു. അങ്ങനെ പിന്നെ കുറച്ചുകൂടി അങ്ങ് മുന്നോട്ട് പോകുന്നു. അടുത്ത ടേമിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച, ഇതിനകത്ത് അവർ പല മാറ്റങ്ങളും പല കാര്യങ്ങളൊക്കെ അവർ ചെയ്തു വെക്കുന്നുണ്ട്. ഇപ്പോൾ പ്രധാനമായിട്ട് ഈ ചില വാദങ്ങളൊക്കെ അപ്പോഴേക്ക് വന്നു തുടങ്ങി. ഈ വഖഫിന്റെ പ്രശ്നമുണ്ട്, അതുപോലെ നമ്മുടെ യൂണിഫോം സിവിൽ കോഡിന്റെ വിഷയം പതിയെ പതിയെ വന്നു. 2018 ആയപ്പോഴേക്കും വലിയ റാലികളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു, കോഴിക്കോടായിരുന്നു ആ സമയത്തുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ കാണുകയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് രണ്ടാമത്തെ ഒരു ടേമിലേക്ക് വരുമ്പോൾ ഈ മോബ് ലിഞ്ചിങ് എന്ന് പറയുന്ന ഒരു സാധനത്തിന്റെ എണ്ണം കുറയുന്നു. മാത്രമല്ല, ആദ്യത്തെ ടേമിൽ ബി.ജെ.പിയുടെ മുഖമായിട്ടുണ്ടായിരുന്ന തീവ്ര നിലപാടുകൾ പറഞ്ഞിട്ടുള്ള ആളുകളെ ഓരോരുത്തരായിട്ട് മാറ്റി നിർത്തുന്നതും പൊതുസമ്മതരായിട്ടുള്ള ആളുകളെ മാത്രം ഇതിനെ പൂമുഖത്തേക്ക് ആനയിച്ചുകൊണ്ട് വരുന്ന ഒരു രീതിയാണ് പിന്നീട് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മളത് സൂക്ഷ്മമായിട്ട് വാച്ച് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലായത് എന്താണ്, എതിരഭിപ്രായങ്ങൾ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മോശമായിട്ടുള്ള പ്രതികരണങ്ങൾ, അത് ബി.ജെ.പിയുടെ തന്നെ ഉള്ളിൽ നിന്ന് വന്നിട്ടുള്ള ആളുകൾ, സ്വാതി, പ്രാച്ചി അല്ലെങ്കിൽ അങ്ങനെ കുറെ ആളുകളുണ്ടല്ലോ, അങ്ങനെ ആളുകൾ വന്നു കഴിയുമ്പോൾ അവരെ ഉള്ളിൽ തന്നെ കൺട്രോൾ ചെയ്യാനുള്ള സംവിധാനം ഇവർക്കുണ്ട്, ഇവരത് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ധാരണ പിന്നീട് നമുക്ക് വരികയാണ്. പിന്നെ അതിനുശേഷം ഈ പൗരത്വ ഭേദഗതി ബില്ലിന്റെ വിഷയവും അതുപോലുള്ള സംഗതികളും വരാൻ തുടങ്ങിയപ്പോൾ അവിടെ പിന്നെ നമ്മൾ മനസ്സിലാക്കുകയാണ്, ഇതിനകത്ത് ചില കരുതിക്കൂട്ടിയുള്ള ചില വിഷയങ്ങൾ, ഈ പൗരത്വ ഭേദഗതി ബില്ലിന്റെ ആ ഒരു പ്രക്ഷോഭം വലിയ തോതിൽ നമുക്ക് തിരിച്ചറിവുണ്ടാക്കിയ ഒരു സമയമാണ് 2018 സമയം, 18-19. കാരണം അന്ന് അതിൽ മുൻനിരയിലുണ്ടായിരുന്ന ആ പെൺകുട്ടികൾ, എന്താണ് ലതീത സഹലൈൻ എന്നൊക്കെ പറഞ്ഞ പേരുള്ള 2-3 പെൺകുട്ടികളൊക്കെ ഓർക്കുന്നുണ്ടാവും. ഇവരൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടൊക്കെ പറയുന്ന ചില ആ ഒരു പോസ്റ്ററും, പിന്നെ അതുകൂടാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന മുദ്രാവാക്യം മുഴക്കിയതും, ചുമരിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് എഴുതി വെച്ചതും, പിന്നെ ഇത് പറയരുത്, ഇതൊരു മതേതര പ്രശ്നമാണ് എന്ന് പറയുമ്പോൾ അവർ വന്നിട്ട് നിങ്ങളുടെ എന്താണ് ഹെൽ വിത്ത് യുവർ സെക്യുലർ ഐഡിയൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനോട് പോകാൻ പറയുന്ന കാഴ്ചയൊക്കെ നമ്മൾ പിന്നീട് കണ്ടപ്പോൾ നമുക്ക് ചെറിയ ഒരു തിരിച്ചറിവ് ഇങ്ങനെ പതിയെ വരാൻ തുടങ്ങി. യഥാർത്ഥത്തിൽ ഈ വിഷയം ഉണ്ടാക്കുന്നത് ആരാണ് എന്നുള്ളൊരു തിരിച്ചുള്ളൊരു ചോദ്യം നമ്മൾ ചോദിക്കാൻ വരികയാണ്. അപ്പോഴേക്കും നമ്മുടെ ഉള്ളിൽ നിന്ന് വിശ്വാസം പോകുന്നു, ഈ മതത്തെക്കുറിച്ച് കൂടുതൽ അറിയുന്നു, തീവ്രവാദം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അങ്ങനെ മറ്റേ സൈഡിൽ നിന്ന് അതും കൂടി വന്നപ്പോൾ പിന്നെ നമ്മുടെ ചിന്ത മാറുകയാണ്, ഇതിങ്ങനെയല്ല, നമുക്ക് ഓരോ വിഷയത്തെയും അടിസ്ഥാനപ്പെടുത്തി ആയിരിക്കണം നമ്മൾ ഈ പൊളിറ്റിക്സിനെ വിശകലനം ചെയ്യേണ്ടത് എന്നൊരു രീതിയിലേക്ക് വരികയാണ്, അല്ലാതെ പൊളിറ്റിക്കൽ പാർട്ടി മൊത്തത്തിൽ എന്ത് എന്നുള്ളതല്ല. അപ്പോൾ ഓരോ സർക്കാരും, അത് ഇടതായിക്കോട്ടെ വലതായിക്കോട്ടെ നടുവനായിക്കോട്ടെ ആര് തന്നെയായാലും, ശരിയായത് ഏത് തെറ്റായത് ഏത് നല്ലത് ഏത് ചീത്ത ഏത് എന്ന് തിരിച്ചറിയാൻ വേണ്ടി നമ്മളൊരു ശ്രമം നടത്താൻ തുടങ്ങി. അപ്പോൾ എന്റെ പൊളിറ്റിക്കൽ ഒരു വ്യൂ പോയിന്റിൽ വന്ന ഒരു പ്രധാന മാറ്റം, ഈ മോദി ഇത്രയും നാൾ ഭരിച്ചു എന്നുള്ളതുകൊണ്ടുണ്ടായത്, നമ്മൾ പാർട്ടി അടിസ്ഥാനത്തിൽ കാര്യങ്ങളെ കണ്ട് പാർട്ടി അടിമത്തം പേറിക്കൊണ്ട് ആ അടിമകളെ പോലെ കാര്യങ്ങൾ കാണുന്നത് മാറ്റിയിട്ട് വിഷയങ്ങൾ വിഷയാധിഷ്ഠിതമായിട്ട് കാണാൻ ശ്രമിക്കുന്നു. ആ രീതിയിലേക്ക് നമുക്ക് മാറാൻ സാധിച്ചു എന്നുള്ളതാണ് ഒന്നാമത്തെ മാറ്റം.